സാധനയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തെളിവായിട്ടെടുത്ത അൽമനാറും മറ്റേ എന്നാ ഞാനൊന്നെടുക്കാം. നിങ്ങളിപ്പോ വിഗ്രഹത്തിനല്ല മനുഷ്യന് തന്നെ സുജൂദ് ചെയ്യാന്നുള്ളിടത്തിലാണ് എത്തിയിരിക്കുന്നത്. ഉണ്ട് ഇടമുട്ട സംവാദത്തിൽ നമ്മൾ കേട്ടതാണ്. എന്താ അവിടെ നിങ്ങൾ പങ്കെടുത്താണ്, നമ്മൾ കണ്ടാണ് സീര്. മാതൃലും സപ്ലിമെന്റിന് ഇസുദ്ദീൻ കാമിൽ സഖാഫി കൊല്ലം ജില്ലാ SSFന്റെ പ്രസിഡന്റ് എഴുതിയാണ്. എന്താ എഴുതുന്നത്? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇത്രയാണെന്ന് സക്കരിയാസനായി വായിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ബാക്കി വായിച്ചില്ല. ഞാൻ വായിച്ച ബാക്കി എന്തായോ? കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ല. അപ്പൊ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാന്ന് അവിടെ അയാൾക്ക് ഉറപ്പില്ല. അപ്പൊ കർമ്മശാസ്ത്ര വീക്ഷണത്തിലൊക്കെ എന്ന ഹറാമാണ് സമ്മതിച്ചു കൊടുക്കുക. അഖീദാപരമായിട്ട് ആ പറഞ്ഞത് എന്താണ്? അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾക്ക് സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഖീദയിൽ അതിന്റെ വിധി എന്താ? അത് നമ്മളെ ഉടനെ നമുക്ക് പങ്കെടുക്കാൻ കഴിയാത്തോണ്ട് ചോദിക്കാൻ കഴിയില്ല. അത് നമുക്ക് മറുപടി പറയാം. അതിന് മുമ്പ് ഇപ്പൊ നിങ്ങൾ വായിച്ചത് എന്തിനാ? നിങ്ങൾ പറഞ്ഞത് മനുഷ്യർക്ക് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് രേഖയായിട്ടാണ് നിങ്ങളിത് വായിച്ചത്. അതെവിടെ? അതൊരു കാണിച്ചാൽ ബാക്കി പിന്നെ പറയാം. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടോ. അത് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, പറയും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നേരത്തെ മൂപ്പർ ഇന്റർവ്യൂ ചോദ്യ മാതിരി നിങ്ങളിത് വായിച്ചത് ഇപ്പൊ എന്തിനാ? ഞങ്ങൾ ബിംബത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യം എത്തിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതിന് രേഖയായിട്ടാണ് ഇസുദ്ദീൻ സഖാഫിന്റെ ഈ ലേഖനം നിങ്ങൾ വായിച്ചത്. അതിലെവിടെ പറഞ്ഞിട്ടുള്ളത്? കാണിച്ചേട്ടി. ഇസുദ്ദീൻ കാമിൽ സഖാഫിന്റെ ലേഖനങ്ങൾ അംഗീകരിക്കുന്ന തന്നെയാണല്ലേ? എന്നാൽ ഞാൻ ഒന്നുകൂടി വായിക്കാം. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അപ്പൊ സുജൂദ് ചെയ്യാൻ ശിർക്കാവൂലെന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. നല്ല നിങ്ങൾ കേസോട് വായിക്ക്. സുജൂദ് ചെയ്യാമെന്നല്ല, ശിർക്കാവുകയില്ല. അത് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാൻ. ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതോ? എവിടെ നിങ്ങൾ വരുന്നത്? ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്യൽ സുന്നത്തും പുണ്യകർമ്മവും അനുവദനീയമായിട്ടില്ല. ഹറാമ് എന്ന് പറയാം. പകുതി നിങ്ങൾ മൂടി വെച്ചിട്ടല്ല നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അവിടെ സക്കരിയ സലാഹി ചെയ്ത അതേ കള്ളത്തരം നിങ്ങൾ ആവർത്തിക്കുകയാണ്. മൗലവിമാർ നിങ്ങളെ പറ്റിച്ചത് നിങ്ങൾ ആവായിച്ചെടുത്തിരിക്കുകയാണ്. ഹറാമാണത് എന്നാ പറഞ്ഞത്. ഹറാമാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് എന്നല്ല, പറ്റാത്തത് എന്നാ. ഇനി ബാക്കിയും കൂടി വായിക്കൂ. ബാക്കിയും കൂടി നിങ്ങൾ വായിക്കൂ. എന്താ? ഞാൻ കുറച്ചുകൂടി വായിക്കാലോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താ? അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. എന്നിട്ട് സജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്. ആദം നബിക്ക് മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തില്ലേ? ഖുർആൻ പറഞ്ഞതല്ലേ? നിങ്ങൾ പറയൂ, അത് ശിർക്കാണോ? ശിർക്ക്. ഞങ്ങൾ അന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുക. കഥല്ലാതെ നിങ്ങൾ എന്തിനാ ഇറങ്ങേറി പിടിച്ചത് ചോദിക്കാവുന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ ആ ആദമിന് സുജൂദ് ചെയ്തു ഖുർആൻ പറയാ. നിങ്ങൾ പറയാ ശിർക്കാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതല്ല വിഷയം. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറയുകയും അതോടൊപ്പം വലിയൊരു അപരാധത്തിന് കൂടി തിരികൊളുത്തിരിക്കുകയാണ്. എന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾക്ക് സുജൂദ് ചെയ്തത് അതിപ്പോ ശിർക്കാ? പിന്നെ ആദ്യം അള്ളാഹ് ഖുർആൻ തിരിഞ്ഞില്ല, മലക്കുകൾക്കും തിരിഞ്ഞില്ല, ആദം നബിക്കും തൗഹീദും ശിർക്കും തിരിഞ്ഞില്ല. ബലൊക്കെ മുശ്രിക്കുകൾ. പിന്നെ ശിർക്കില്ലാത്ത ഞങ്ങൾ സക്കരിയ സലാഹി, ഞങ്ങൾ 4 മുടിയാപ്പളാരും, ഞങ്ങൾ 4 മുടിയാപ്പളാരും മാത്രമേ തിരിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാല് മൈക്ക് കൊടുക്കാൽ മൂപ്പരന്റെ പറയട്ടെ. ഇതിലിപ്പോ ഏതിന്റെ അർത്ഥം സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? മലക്കൾക്ക് സുഞ്ഞികളെന്ന് നമ്മളാരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിന്റെ അടിയിൽ പറയുന്ന വാക്ക് നിങ്ങൾ വായിച്ചു ശരിയാണ്. സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത് ഓക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ മേലെ ഒരു ഫുൾ സ്റ്റോപ്പിന് മുമ്പ് ആ ബ്രാക്കറ്റിന് മുമ്പ് പറയുന്നുണ്ടല്ലോ സുന്നി. ഏത് സുന്നി? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി. അതായത് യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. നിങ്ങളെപ്പോലുള്ള ഒരു സുന്നി. ആ സുന്നി എന്നെ പോലുള്ള ആ സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്നാ പറഞ്ഞത്. മലക്കുകളെ സുജൂദ് ചെയ്താൽ ശിർക്കോ അല്ലെങ്കിൽ വേറെ ചർച്ച നമുക്ക് നടത്താം. പക്ഷേ ഇതിന്റെ വിധി ഞാൻ ചോദിച്ചു സാർ പറഞ്ഞ ഇപ്പൊ ഞാനൊരു സുന്നിയാണ് എന്നിട്ട് ഞാൻ സുജൂദ് ചെയ്യാണ് എന്നാലേ ശിർക്കാണോ അല്ലയോ അതൊക്കെ പറഞ്ഞു. അത് ഞാൻ പറയാം. അതിന്റെ പുറമെ അത് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വലിയൊരു അപരാധം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നിങ്ങളെ ആ കളി
മജ്‌ലിസ് വരെ പോവില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? സുന്നികൾ സൃഷ്ടികൾക്ക് വരെ സുജൂദ് ചെയ്യാമെന്നിടത്താണ് ഇപ്പൊ നിങ്ങൾ എത്തിയിട്ടുള്ളത്. അത് എവിടെയാണ് ഞാൻ ചോദിച്ചത്? അത് കാണിച്ചു തരണം. അത് കാണിച്ചത് നിങ്ങൾ ചോദിക്കുന്നത് എന്താ? ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ്? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നിങ്ങൾ പറഞ്ഞൊരു കളവുണ്ട്, അത് കളവാണ് ലോകത്തുള്ളവർ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടാമത് പറയാം. ഇവിടെ പറഞ്ഞത് എന്താ? അതെ, ഞാൻ രണ്ടാമത് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞൊരു കളവുണ്ട് ഇവിടെ. എന്താ കളവ്? സുന്നികൾക്ക് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റും എന്ന് വരെ നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അതെവിടെ ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഓ മുസ്ലിക്ക് ആയിക്കോളന്നില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിക്ക് ആവൂല, അത് ശരിയാണ്. പിന്നെന്താ ആവുക? അത് ഞങ്ങൾ പിന്നീട് പറയും. അതുകൊണ്ട് ഈ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് സുന്നികൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത്. അത് എവിടെയെന്ന് തെളിയിക്കണം. കൊടുക്കമയക്കാം. ഉസ്താദിന്റെ കയ്യിലാലേഖനുണ്ടല്ലോ, അതിൽ വിശ്വാസ പ്രമാണങ്ങളിൽ എന്നോട്ട് ഉസ്താദ് വായിക്കാം. ഞാൻ വായിക്കാം. 100 വട്ടം 1000 വട്ടം വായിക്കാൻ സമയം അത് മാത്രമല്ലല്ലോ ഞാൻ വായിക്കാത്തത്. വായിച്ചോളൂ നിങ്ങൾ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു സുജൂദ് മറ്റൊരാൾക്ക് ചെയ്യണമെന്നോ ചെയ്യാമെന്നോ ഈ ലേഖനത്തിൽ എവിടെ? അതല്ല, അതൊരു കാണിച്ചേട്ടി നമ്മളെ വിഷയം അതല്ലേ.